പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 23:1 ഇപ്രകാരം പറയുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ ഇടയൻ നമ്മോടൊപ്പമുണ്ട്. നമുക്കൊന്നിനും കുറവ് കൂടാതെ അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. വിശ്വാസത്തോടുകൂടി നാം എന്ത് യാചിച്ചു പ്രാർത്ഥിച്ചാലും അവിടുന്ന് നമുക്ക് നൽകും. എന്തെന്നാൽ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുറവുകൾ നമ്മുടെ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് നികത്താൻ കഴിയുന്നത്? വിശ്വാസത്തോടുകൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, ഒരിക്കലും നാം നടക്കില്ലെന്ന് കരുതുന്ന നമ്മുടെ ജീവിത ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ ശക്തമേറിയ മാധ്യസ്ഥത നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായിരിക്കും. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഈശോയുടെ ആദ്യ അത്ഭുതം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നടന്നത്. അമ്മയുടെ മാധ്യസ്ഥതയാലാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചത്. അമ്മ നമുക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കും. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനകൾ കേൾക്കണമേ. നിന്റെ മക്കളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. നിന്റെ മക്കളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ. നിന്റെ മക്കളുടെ കുടുംബ ഭാരങ്ങളിലേക്കും കുടുംബ പ്രയാസങ്ങളിലേക്കും കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയണയുന്ന ഓരോ മക്കൾക്കും വലിയ അത്ഭുതമായി അനുഗ്രഹമായി അമ്മ കൂടെയുണ്ടല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളെയും അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. അമ്മയുടെ സന്നിധിയിലേക്ക്, അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അൽത്താരയിലേക്ക് ഒന്ന് വരുവാനായി ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ. അവർക്ക് ആ ദേവാലയത്തിൽ വരുവാനും ആ ദേവാലയത്തിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിപ്പാനുമുള്ള വലിയ അനുഗ്രഹങ്ങളും കൃപകളും വഴിവാതിലുകളും തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. കൃപാസനത്തിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷയിലും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്തു വെക്കണമേ. ഞങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ചേർത്തണയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങളുടെ രോഗികളായ മക്കൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. തൊഴിലിൻ്റെ ആവശ്യത്തിനായി അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, സ്വന്തം നാട്ടിലേക്ക് തിരികെ വരാനായി ആഗ്രഹിച്ചിരിക്കുന്ന മക്കളെ ആ നാട്ടിലെത്തിക്കണമേ. അവരെ ഓരോരുത്തരെയും അമ്മയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹോസ്പിറ്റലുകളിലും ICUയിലും വെന്റിലേറ്ററിലുമായി കിടക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അത്ഭുതമായ ആ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ഇനി മുൻപോട്ട് എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വലിയ അനുഗ്രഹമായി അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന വലിയ അത്ഭുതമായി അമ്മ അവരുടെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അമ്മേ മാതാവേ, അമ്മ യോജിപ്പിച്ച ഓരോ കുടുംബങ്ങളെയും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഒരു കുഞ്ഞു പോലും ഈശോയിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല. ശാശ്വതമായ ജീവിതം ദൈവത്തിൻ്റെ അരികിലാണ്, സ്വർഗത്തിലാണ്. അത് മനസ്സിലാക്കി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് നിന്റെ പുത്രൻ ഞങ്ങൾക്കായി പണിതുയർത്തുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങൾക്ക് കാവലും സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ
കാത്തു പരിപാലിച്ചു കൊള്ളണമേ. അവരുടെ രോഗാവസ്ഥകളിൽ നിന്നും, അവരുടെ കടബാധ്യതകളിൽ നിന്നും, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാം അവരെ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന ഓരോ മക്കളുടെയും ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഓരോ മക്കളെയും അമ്മ അറിയണമേ. അവരുടെ കുടുംബത്തിൻ്റെ വേദന എന്തെന്നറിഞ്ഞ്, അവരുടെ ദുഃഖങ്ങൾ എന്തെന്നറിഞ്ഞ് അമ്മ അവരിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തെറ്റായ ജീവിതം നയിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന അങ്ങയുടെ ഒരു കുഞ്ഞു പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. അവരെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവജാലങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും ഞങ്ങളിതാ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, വലിയ അത്ഭുതമായി അമ്മ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ വേദനകളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ പൈശാചിക ശക്തികളെയും ബന്ധിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ. അമ്മേ മാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.